ഗ്രീഷ്മ കുറ്റക്കാരിയാണ്, പക്ഷേ അമ്മയെ വെറുതെ വിടുന്ന തരത്തിലുള്ളത് നടപടിയാണ്. എങ്ങനെയാണ് പറയുന്നത്? വെറുതെ ഇവിടെ കുറ്റക്കാരി എന്നുള്ളത് കോടതി തീരുമാനിച്ചു. ഗ്രീഷ്മയുടെ അമ്മയെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചു. കോടതിയുടെ മുമ്പിൽ നിലനിൽക്കുന്ന തെളിവുകൾ ഇല്ലാത്തതാണ്, പ്രോസിക്യൂഷൻ അങ്ങനെ അത് ഉറപ്പിക്കാൻ കഴിയാത്തതാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. എന്റെ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിഞ്ഞതാ. നിങ്ങളുടെ തുടർന്ന് നാളെയാണ് ശിക്ഷ വിധിക്കുന്നത്. അവളെ ശിക്ഷിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമാണ്. അമ്മക്കെതിരെ തെളിവില്ലെന്നാണ് ഇപ്പോൾ കോടതി വിധിയിൽ പറയുന്നത്. അതുകൊണ്ടാണ് അവരെ വെറുതെ വിടുന്നതാണ് വിധിയിൽ പറയുന്നത്. ഗ്രീഷ്മയുടെ അമ്മയില്ലേ സിന്ധുകുമാരി, ഞങ്ങളെ നാളത്തെ വിധി കഴിഞ്ഞതിന് ശേഷം തീരുമാനം എടുക്കും. ഹൈക്കോടതി പോകാൻ പറ്റുമല്ലോ. അപ്പീൽ പോകുന്നതല്ലേ? നാളെ ഹൈക്കോടതി ഇവിടുത്തെ വിധി കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിലോട്ട് പോകും. ഗ്രീഷ്മയും അമ്മാവനുമാണ് കുറ്റക്കാരെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മൊത്തത്തിൽ ശക്തമായി നിന്നിട്ടുണ്ട് കോടതി. അതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അവളെ ശിക്ഷിച്ചതിൽ. പക്ഷേ സിന്ധുവിന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നുള്ളത് ഞങ്ങൾ തിരക്കും. എന്റെ കേസിന്റെ പിന്നാലെ ഞങ്ങൾ വീണ്ടും പോകും ഹൈക്കോടതി. ഈ വിധിയിൽ ഞങ്ങൾക്ക് തൃപ്തിയാണ് ഗ്രീഷ്മ ചെയ്തുകൊണ്ട്. പക്ഷെ അവളുടെ അമ്മ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുകുമാരിയെ കൂടെ ശിക്ഷിപ്പിക്കാത്ത ഒരു വിഷമേ ഉള്ളൂ. ഞങ്ങൾ മാക്സിമം നോക്കും ഹൈക്കോടതി പോകാൻ. പരമാവധി ശിക്ഷ എങ്ങനെ കിട്ടണമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? എപ്പോഴും നാളെയാണ് ശിക്ഷ. കേട്ടില്ല. പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന്